യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഗീതം പാടി യേശുവേ, യേശുവേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഈ ജൂബിലി വർഷം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജൂബിലി വർഷം പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതയാൽ കഴിയുന്ന ഞങ്ങളുടെ മാർപ്പാപ്പയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, കൃപ വർഷിക്കണമേ. കാലഘട്ടത്തിലെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം സഭയുടെ ഔദ്യോഗിക ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും ഈ ജൂബിലി വർഷത്തില് സഭയിലും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും പരിവർത്തനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈശോയെ, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് മാലാഖ നിന്റെ അമ്മയോട് മംഗളവാർത്താ സമയത്ത് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, കാതുകളിലുണ്ട്. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈശോയെ, നീ പ്രവർത്തിക്കുക. നിന്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി ഞങ്ങൾ സഹകരിക്കാം. വ്യക്തിപരമായ ജീവിതത്തില്, ചിന്തകളില്, വാക്കുകളില്, പ്രവൃത്തികളില് അശുദ്ധി വന്ന് നിറയുമ്പോഴ് ഞങ്ങൾ നിസ്സഹായരായി മാറുന്നു. ഈശോയെ, ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരണമേ. നൈമിഷികമായി സന്തോഷങ്ങൾക്ക് പുറകെ ഞങ്ങൾ പരക്കം പായുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് എത്തേണ്ടവരാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തമാക്കി തരണമേ. അപ്പത്തിന്റെ രൂപത്തില് ഞങ്ങളുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ഉദ്ധിതനായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു.
നാളിതുവരെ നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ ഉള്ളം കയ്യിൽ കാത്ത് സംരക്ഷിക്കുന്നവനാണ് അങ്ങ്. ഓരോ നിമിഷവും ഞങ്ങളെ പരിപാലിക്കുന്നവനാണ് അങ്ങ്. എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങ്. നാഥ, അങ്ങനെയുള്ള വിശ്വാസം അകന്നു നിൽക്കുന്ന വ്യക്തികളെ കൂടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. വിശ്വാസം ഒരു ദാനമാണല്ലോ. വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങൾ ഉറപ്പിക്കണമേ. ഈ ജൂബിലി വർഷത്തില് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് നീ അരുൾ ചെയ്ത തിരുവചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. നിന്നേക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ഞങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ഒരു തിരിച്ചുവരവിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ നാമത്തെ വൃഥാ പ്രയോഗിക്കരുത് നീ അരുളി ചെയ്തു. കർത്താവേ, വിശുദ്ധ വ്യക്തികള്, വസ്തുക്കള്, വിശുദ്ധ നാമം എല്ലാം പൂജിതയോടെ കൈകാര്യം ചെയ്യാത്ത നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് പൊറുതി തരണമേ. അനുസരണക്കേടിന് വിധേയരായി ഞങ്ങളെ അനുഗ്രഹിച്ച് അനുതാപത്തിലേക്ക് വഴി നടത്തണമേ. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞായറാഴ്ച ദിവസങ്ങളില് ദിവ്യബലിയിൽ സജീവമായി പങ്കുചേരാൻ പരിശ്രമിക്കാതെ, പ്രാർത്ഥനകളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാൻ പരിശ്രമിക്കാതെ, ബൈബിൾ വായിക്കാനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താൻ ശ്രമിക്കാതെ അലസമായി സമയം ചെലവഴിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. വീണ്ടും അവിടെ അനുസരണക്കേട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളെ, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതില്, സ്നേഹിക്കുന്നതിൽ വീഴ്ച വന്നു പോയിട്ടുണ്ട് കർത്താവേ. കൊല്ലരുതെന്ന് അങ്ങ് കൽപ്പിക്കുന്നു. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകള് ഞങ്ങളുടെ വായിൽ നിന്നും വന്ന് അവർക്ക് ജീവിക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. അകാരണമായി അനാവശ്യമായി മറ്റുള്ളവരെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് നീ കൽപ്പിക്കുന്നു. ഈശോയെ, ചിന്തകളില്, വാക്കുകളില്, പ്രവൃത്തികളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഈ നൈമിഷികമായ സുഖങ്ങൾക്ക് പുറകെ പിശാചിന്റെ കൈ പിടിച്ച് നടക്കാനിടവന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ ചിന്തകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ കൈപിടിച്ച് നടത്തണമേ. വചനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ വചനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. മോഷ്ടിക്കരുതെന്ന് നീ കൽപ്പിച്ചു. അനധികൃതമായി അപരന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഞങ്ങൾ നടത്തിയ ശ്രമങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വകാര്യ സ്വത്തിൽ കടന്നുകൂട്ടിയിട്ടുള്ള അനധികൃതമായ സമ്പത്ത് ദാനധർമ്മങ്ങളിലൂടെ പുറത്തു ചാടിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഈ ജൂബിലി വർഷത്തിൽ നന്നായി നൽകണമേ. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നു. കള്ളസാക്ഷ്യം പറയരുത് നീ കൽപ്പിക്കുന്നു. കർത്താവേ, ഒരിക്കലും സത്യത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ഞങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നീ കാവലേർപ്പെടുത്തണമേ. എന്റെ മാലാഖമാരെ അയച്ച് കാവലേർപ്പെടുത്തണമേ. അന്യന്റെ വസ്തുക്കളിലേക്കും അന്യന്റെ ഭാര്യയിലേക്കും ഞങ്ങളുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ നിന്റെ മാലാഖമാരെ അയച്ച് നീ കാവലേർപ്പെടുത്തണമേ. കാവലേർപ്പെടുത്തണമേ. ജോലി സ്ഥലങ്ങളിലും മറ്റു പൊതുരംഗങ്ങളിലും നീ കാവലേർപ്പെടുത്തണമേ കർത്താവേ. വന്നുപോയി തെറ്റുകൾക്കെല്ലാം സഭയിലെ കുംഭസാരം എന്ന കൂദാശയിലൂടെ നിന്റെ അരൂപിയെ അയച്ച്
ഞങ്ങളുടെ പാപങ്ങൾക്ക് പൊറുതി നൽകി നീ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ. പാപ സാഹചര്യങ്ങളോട് വിടുതൽ പറഞ്ഞുകൊണ്ട് നന്മയുടെ മാർഗത്തിലൂടെ നിന്റെ അരികിലേക്ക് ചരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മാമോദീസ എന്ന കുദാശയിലൂടെ പാപത്തോട് വിട പറഞ്ഞവരാണ് ഞങ്ങള്. പാപത്തിന് മരിച്ചവരാണ് ഞങ്ങള്. പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മരിച്ച വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ പ്രതികരിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളവരാണ് ഞങ്ങള്. വെള്ളത്തൂവാല പോലെ പരിശുദ്ധമായ ജീവിതത്തിൽ ഉടമകളാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെ കയ്യിലുള്ള കത്തിച്ച മെഴുകുതിരി ലോകത്തിന്റെ പ്രകാശമായി നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്നതിന്റെ സൂചനയായിട്ട് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ കാറ്റേറ്റ തിരി കെടാതിരിക്കാൻ നീ കാവലേർപ്പെടുത്തണമേ. സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ ആത്മാവിന്റെ നിറവിനായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കത്തി ജ്വലിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കണമേ. കുർബാന എന്ന കുദാശ ഈശോയെ നീ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യം സ്വീകരിക്കാൻ വരെ ശൂന്യവൽക്കരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അങ്ങ് ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിലേക്ക് തന്നെ തരം താഴ്ത്തി ശൂന്യവൽക്കരിച്ചു. കർത്താവേ, ആ സ്നേഹത്തിന്റെ മുമ്പില് വളരെ നന്ദിയുള്ളവരായി നിലകൊള്ളാതെ പലപ്പോഴും കുർബാനയുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ തെരുവിൽ നിന്നെ അവഹേളിക്കുമ്പോൾ ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ നാഥ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ നാഥ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ നാഥ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു യേശുവേ. നിർമ്മലമായ ഹൃദയം നൽകണമേ, വിശുദ്ധമായ ഹൃദയം നൽകണമേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധീകരിക്കണമേ, സഭയെ നവീകരിക്കണമേ യേശുവേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 തിരുപ്പട്ടം, വിവാഹം എന്ന കുദാശകളിലൂടെ ശുശ്രൂഷ പൗരത്വത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ കർത്താവേ അങ്ങ് തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തിരുപ്പട്ടം സ്വീകരിച്ച ഞങ്ങള് ഈശോയെ നിനക്ക് മുറിവുണ്ടാക്കാൻ ഇടവരുത്തിയിട്ട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ നിന്റെ മാനുഷികമായ സ്നേഹവും പരിഗണനയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്, ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിക്കണമെന്ന് നീ ആഹ്വാനം ചെയ്തു. ഈശോയെ, പലപ്പോഴും നിന്റെ പൗരോഹിത്യം സ്വീകരിച്ച ഞങ്ങള്
മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വെച്ച് മറ്റുള്ളവരോട് പെരുമാറാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന് കാലുകൾ മധ്യ കിടന്ന് കഴുതപ്പുറത്തിരുന്ന് കാലുകൾ കഴുകി കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം മരിച്ച അങ്ങ് എളിമയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക ഞങ്ങൾക്ക് നൽകിയിട്ടും അങ്ങ് നൽകിയ പൗരോഹിത്യം സ്വീകരിച്ച് ഞങ്ങൾ പലപ്പോഴും ഈശോയെ എളിമയുള്ളവരാകാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ അനേക ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേർന്ന് അപ്പമായി മാറി അതിന്റെ ശരീരമായി തീരുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും ഐക്യത്തില് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ആഗ്രഹം പലപ്പോഴും തള്ളിക്കളഞ്ഞുകൊണ്ട് ശത്രുതയും വെറുപ്പും വെച്ച് ഞങ്ങൾ ജീവിക്കാൻ ഇടവന്നിരുന്ന മാപ്പ് അപേക്ഷിക്കുന്ന കർത്താവേ, അനേകം മുന്തിരിപ്പഴങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുന്തിരിച്ചാറായി അത് കർത്താവിന്റെ തിരുരക്തമായി മാറുന്ന പോലെ ഞങ്ങൾ മുന്തിരിപ്പഴങ്ങളാകുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ തിരുരക്തമായി മാറുന്നതിന് പകരം ദേവാലയങ്ങളിൽ തന്നെ തെരുവുകളിലും മറ്റും കലഹിക്കുന്ന അവസ്ഥ, മറ്റു മതസ്ഥർ കൂടി ഉതപ്പ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്ന കർത്താവേ, ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരുടെയും കുറ്റങ്ങൾക്ക് ശിക്ഷ ഏറ്റെടുത്ത യേശുവേ, ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരുടെയും പോരായ്മകൾക്ക് പരിഹാരം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരസ്പരം ചെളിവാരി എറിയുന്ന സഭാ മക്കളുടെ തെറ്റായ ചെയ്തികളെ ഈശോയെ നീ തിരുത്തണമേ. ഈ ജൂബിലി വർഷത്തിൽ തന്നെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണമേ. കുടുംബങ്ങളില്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളില്, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ വരുന്ന മുറിവുകളെ ഈശോയെ നീ ഉണക്കണമേ. വിവാഹ ജീവിതത്തിന്റെ പവിത്രത കാത്തു പരിപാലിക്കാൻ യേശുവേ നിന്റെ ശക്തമായ ഇടപെടല് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ യാചനകളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ തലകുനിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം